India's #1 engineering education platform. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടാർഗറ്റ് ഗേറ്റ് 2026. അപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗേറ്റ് എക്സാം ഈ ഒരു ഫെബ്രുവരിയിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. അപ്പൊ അതിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഗേറ്റ് എക്സാമിലേക്ക് വരുന്ന ചില ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റുകളുടെ ഒക്കെ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താ ഗേറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ എന്താ പേടിയുള്ള ഒരു സംഭവമായിരിക്കും അല്ലെ. സോ കുറെ പേരൊക്കെ ഓൾറെഡി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് തന്നെ എന്താണ് ചിലത് പേടിയായിരിക്കും ചിലർക്ക്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് റിഫ്രഷ്മെന്റ് ആണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്ന സബ്ജക്റ്റ് ആയിട്ടുള്ള അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗേറ്റ് സിലബസിൽ വരുന്ന സെക്ഷൻ 4 വരുന്ന ഒരു ടോപ്പിക്കാണ്. ആൻഡ് അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആൻഡ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു 65 ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് 100 മാർക്സിനാണ് വരുന്നത്. ആൻഡ് അതിൽ കുറേ ടോപ്പിക്സ് ഉണ്ട്. ആൻഡ് അതിലുള്ള കുറെ സെക്ഷൻസ് വരുന്നുണ്ട്. അതിലുള്ള കുറെ സെക്ഷൻസ് നമ്മുടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ യൂട്യൂബ് ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ പോയി കാണുക. ആൻഡ് അതർ സബ്ജക്ട്സ് ആയിട്ടുള്ള വേറെ ഡിപ്പാർട്ട്മെന്റ് സബ്ജക്ട്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദ ഐഡിയൽ BJT in the circuit given below is biased in the active region. Okay, active region-ലാണ് ബയാസ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് നമ്മുടെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. വിത്ത് ബീറ്റ ഓഫ് കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ എന്ന് പറയുന്നത് 100 ആണ്. ഇഫ് IB is 10 മൈക്രോ ആംപിയർ, IB എന്ന് പറയുന്നത് ബേസ് കറന്റ് എന്ന് പറയുന്നത് 10 മൈക്രോ ആംപിയർ ആണെന്നുണ്ടെങ്കിൽ then in volts, വോൾട്ടിലാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടത്. റൗണ്ടഡ് ഓഫ് 2 ഡെസിമൽ പ്ലേസസ്, 2 ഡെസിമൽ പ്ലേസ് വെച്ച് റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു, അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 വാല്യൂ വരുന്ന എന്ത് കണ്ടുപിടിക്കണം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് given below active region and then in volts rounded off in 2 decimal places. അപ്പൊ നമുക്കിത് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ബീറ്റ എന്ന് പറയുന്നത് എത്രയാ, ബീറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഈ സർക്യൂട്ട് നോക്കുക, ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഈ സർക്യൂട്ടില് VCC എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ്. ആൻഡ് ഇത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ്. ആ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ വരുന്ന കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ബീറ്റ ഇസ് ഈക്വൽ ടു 100 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ എന്താ IB 10 മൈക്രോ ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്. IB ഇസ് ഈക്വൽ ടു 10 മൈക്രോ ആംപിയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് നമുക്ക് അറിയുന്ന ഒരു കാര്യം, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ബയാസ് ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിനെ ബയാസ് ചെയ്യാൻ വേണ്ടിയുള്ള കണ്ടീഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ബേസിക്കലി നമ്മൾ VCE ആണ് കാണേണ്ടത്. ഓക്കെ, VCE ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ VCE കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം IC for a common emitter configuration IC is equal to beta IB എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് IC കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, IC is equal to beta IB അല്ലേ. ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് 100 ആണ്. ആൻഡ് IB എന്ന് പറയുന്നത് എത്രയായിരുന്നു, 100 മൈക്രോ ആംപിയർ ആണ്. ഓക്കെ, 100 മൈക്രോ ആംപിയർ എന്ന് പറയുമ്പോൾ 0.01 മില്ലി ആംപിയർ, 0.01 മില്ലി ആംപിയർ. അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്ത് വരുന്നത് ICയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, 100 into 0.01 എന്താണ് നമ്മുടെ മൈക്രോ ആംപിയർ ആണ് നമ്മുടെ ICയുടെ വാല്യൂ വരുന്നത്. ഇനി നമുക്കറിയാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു VCE ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
സോ ഈ ഒരു ലൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? KVL അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ KVL അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ KVL ഓൺ ഔട്ട്പുട്ട് ലൂപ്പ്. ഔട്ട്പുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുമ്പോൾ VCC മൈനസ് ഇതെന്ന് പറയുന്നത് കളക്ടർ റെസിസ്റ്റൻസ് ആണ് അല്ലേ? സോ ഇതിന് അക്രോസ് വരുന്ന ഡ്രോപ്പ് എന്ന് പറയുന്നത് IC into RC ആണ്. മൈനസ് ഓക്കെ മൈനസ് VC മൈനസ് IRE that is equal to 0 potential. ഇങ്ങനെ വരും. ആൻഡ് ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ VCC is equal to ICRC plus VCE plus IERE എന്ന് വരും. ആൻഡ് ഇതിനെ സോൾവ് ചെയ്യാണ്. ആൻഡ് ICയുടെ വാല്യൂ നമുക്കറിയാം 100 into ബീറ്റ. ഓക്കെ 100 into ബീറ്റ 100 into 0.01 sorry 100 okay 100 into 0.01 into 10 raised to minus 3 into RCയുടെ വാല്യൂ RC എന്ന് പറയുന്നത് 5 into 10 raised to 3 5 into 10 raised to 3 ഇത് പ്ലസ് ഇവിടെ VCCയുടെ വാല്യൂ 10 ആണ് അല്ലേ? VCC എന്ന് പറയുന്നത് 10 ആണ് പ്ലസ് VCE പ്ലസ് IERE. IE എന്ന് പറയുന്നത് നമുക്കറിയാം IEക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. IE എന്ന് പറയുന്നത് 1 plus beta into IB ആണ്. ആൻഡ് 1 plus beta എന്ന് പറയുന്നത് 101 IB. ഓക്കെ 101 IB. സോ 101 IB എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താ വരിക? പ്ലസ് IE എന്ന് പറയുന്നത് 101 into 10 raised 0.01 into 10 raised to minus 3 into 3 into 10 raised to 3 എന്ന് വരും. ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് VCന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ ആണ്. സോ നമുക്ക് VC is equal to നമുക്ക് എഴുതാം 100 മൈനസ് ഇവിടെ ഈ ഒരു 100 മൈനസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു ടേമും ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് 10 മൈനസ് ഈ ഒരു ടേം അപ്പൊ നമുക്ക് വരും 10 മൈനസ് ഇവിടെ 5 into 100 that is equal to 500 into 0.01 വരും. ഇതും ക്യാൻസൽ ആവും. അപ്പൊ 500 into 0.01 മൈനസ് ഇവിടെ വരുന്ന സമയത്ത് 303 into 0.01 വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.97 വോൾട്ട് എന്നുള്ളതാണ് കിട്ടുക ഫോർ VCയുടെ വാല്യൂ കിട്ടിയേ. VCയുടെ വാല്യൂ നമുക്ക് കിട്ടി. VC നമ്മൾ കണ്ടുപിടിച്ചു ഇതിൽ നിന്ന്. ആൻഡ് ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1.97 എന്നുള്ളതാണ് നമ്മുടെ VCയുടെ വാല്യൂ കിട്ടിയത്. VC അല്ല നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ ഒന്ന് പോയി നോക്കാം. ഓപ്ഷനിൽ നോക്കിയപ്പോ 1.97 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇല്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഒരു കാൽക്കുലേഷനിൽ നമുക്ക് ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ICനെയും IBനെയും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇതാണ് ഈ ഗേറ്റിന്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. സോ വി നോ അപ്പൊ നമ്മുടെ ആക്ച്വൽ ആൻസർ ആണ് ഞാൻ ഇവിടെ എഴുതാൻ വേണ്ടി പറയുന്നത്. ഇപ്പൊ നമ്മള് Iക്ക് വാല്യൂ 101 into IB ഇട്ടിട്ടല്ലേ ചെയ്തത്. ശരിക്കും നമുക്ക് ICയുടെയും IEയുടെയും വാല്യൂ സെയിം ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാം. കാരണം IB എന്ന് പറയുന്നത് നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഫോർ എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ NPN കോൺഫിഗറേഷൻ IE is equal to IB plus IC അല്ലേ.
ഈ ഒരു ഐബിയുടെ വാല്യൂ നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക്. സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? I approximately equal to IC എന്ന് എഴുതാൻ വേണ്ടി പറ്റും. സോ ഇതിന് രണ്ടിനും ഒരേ വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. അതാണ് നമ്മുടെ ഈ ഒരു ഗേറ്റിൽ വരുന്ന ട്രിക്ക് എന്ന്, ഈ ഒരു ഗേറ്റ് ക്വസ്റ്റ്യനിൽ വരുന്ന ട്രിക്ക് എന്ന് പറയുന്നത്. സോ വി നോ ദാറ്റ് IC approximately equal to IE. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? VCC is equal to IERE plus IERC plus VCE plus IERE എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ഇക്വേഷനിൽ നമ്മളെ ഇക്വേഷൻ ഇതല്ലേ, ഇതിലേക്ക് ICക്ക് പകരം IE സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇത് രണ്ടും IE സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൽ നിന്ന് VCനെ കോമൺ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതിയ VCC മൈനസ് IERC മൈനസ് IERE എന്ന് വരും. സോ 10 മൈനസ് 101 IB മൈനസ് 101 IB into 5 മൈനസ് 101 IB into 3 എന്ന് വരും. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ 10 മൈനസ് 101 into 0.01 into 5 മൈനസ് 101 into 0.01 into 3 എന്ന് വരും. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1.92 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും. 1.92 എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? 1.92 എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത് എന്താക്കി എഴുതാം ഇവിടെ? സൊല്യൂഷൻ equal to C, that is equal to 1.92 volt. Okay, അത് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഗേറ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ in the circuit shown below all components are ideal if Vi is equal to +2 volt, the current I0 sourced by the op amp is dash milliampere. അപ്പൊ നമ്മളോട് I0 എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. I0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നോഡിൽ KCL അപ്ലൈ ചെയ്യാം. ആൻഡ് അതുപോലെ ഈ ഒരു നോഡിൽ നമുക്ക് എന്ത് ചെയ്യാം? കറന്റ് ലോ അപ്ലൈ ചെയ്യാം അല്ലെ, കിർച്ചോഫ്സ് കറന്റ് ലോ അപ്ലൈ ചെയ്യാം. ആൻഡ് ഇവിടെ കിർച്ചോഫ്സ് കറന്റ് ലോ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നോഡിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, ആൻഡ് ഇതെന്ന് പറയുന്നത് V out. ഓക്കെ, V out നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. സോ V out കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു നോഡിൽ വരുന്ന I0 കറന്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു നോഡിൽ KCL അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് പിന്നെ ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് വിർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് VI എന്ന് പറയുന്ന ഈ ഒരു വോൾട്ടേജ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് 2 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്, +2 വോൾട്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് പ്രകാരം ഈ നോഡിൽ വരുന്ന വോൾട്ടേജ് നമുക്ക് Vx എന്ന് അസ്യൂം ചെയ്യാം. Vx എന്ന് പറയുന്നത് 2 വോൾട്ട് അല്ലേ? ഈ വിർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് പ്രകാരം ഈ നോഡിലുള്ള വോൾട്ടേജും ഈ നോഡിലുള്ള വോൾട്ടേജും എന്താണ്? സെയിം ആണ്. സോ നമുക്ക് VI എന്ന് പറയുന്നത് അഥവാ 2 വോൾട്ട് ആണ്. സോ അതുകൊണ്ട് തന്നെ Vx is equal to 2 വോൾട്ട് എന്ന് പറയാം. സോ അതാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് എഴുതാൻ വേണ്ടി പോകുന്നത്. എന്താ? ബൈ വിർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് എന്താണ്? Vx is equal to Vi is equal to 2 വോൾട്ട്. ഓക്കെ, 2 വോൾട്ട് ആണ് വിഐയുടെ വാല്യൂ ആൻഡ് Vxന്റെ വാല്യൂ, അതുകൊണ്ട് തന്നെ 2 വോൾട്ട് ആയിരിക്കും. ഇനി നമ്മൾ അപ്ലൈ KCL at node X.
നോഡ് എക്സിൽ നമ്മൾ KCL അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്താണ് കേട്ടോ നോഡ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് അവിടെ എഴുതാം, ഇവിടെ KCL അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ നോഡിൽ എൻ്റർ ചെയ്യുന്ന കറണ്ട് പ്ലസ് അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ഒരു നോഡിൽ നിന്ന് ഞാൻ ഒരു കറണ്ട് ലീവ് ചെയ്യുകയാണെന്ന് അസ്യൂം ചെയ്യാണ്. ഇവിടുന്ന് ഒരു നോഡിൽ നിന്ന് ഈ ഒരു കറണ്ട് ലീവ് ചെയ്യുകയാണെന്ന് അസ്യൂം ചെയ്യാണ്. ഇവിടെ നിന്നും ലീവ് ചെയ്യുകയാണെന്ന് അസ്യൂം ചെയ്യാണ്. ആൻഡ് ഇവിടെ ഒരു ഐഡിയൽ ഓപ്പാമ്പിന്റെ കേസിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയത് കാരണം ഈ ഒരു പാത്തിലൂടെ കറണ്ട് ഫ്ലോ ഒന്നുമില്ല എന്ന് നമുക്ക് പറയാം. സോ ബേസിക്കലി ഈ രണ്ട് കറണ്ട് മാത്രമാണ് ഈ ഒരു നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിന്റെ കറണ്ട് ഇക്വേഷൻ എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെ നമുക്ക് എഴുതാം? Vx ൽ വരുന്ന രണ്ട് ലിവിങ് കറണ്ട് എന്ന് പറയുന്നത് I1 ഉം I2 ആണ് എന്നുണ്ടെങ്കിൽ I1 plus I2 is equal to 0 എന്നുള്ള രീതിയിൽ നമുക്കൊരു KCL ഇക്വേഷൻ എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ I1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ നോഡിലുള്ള വോൾട്ടേജ് ഏത് നോഡിൽ നിന്നാണോ ലീവ് ചെയ്യുന്നത് ആ നോഡിലുള്ള വോൾട്ടേജ് മൈനസ് ഈ ഒരു നോഡിലുള്ള വോൾട്ടേജ്, ഇവിടെ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ ആണ് വരുന്നത്. സോ Vx minus 0 ഡിവൈഡഡ് ബൈ 1K ആണ് ഐയുടെ വാല്യൂ. Vx minus 0 ഡിവൈഡഡ് ബൈ 1 പ്ലസ് I2 അതുപോലെ എഴുതാം. Vx മൈനസ് ഈ നോഡിൽ വരുന്ന വോൾട്ടേജ് എന്താ? Vout. Vx മൈനസ് Vout ഡിവൈഡഡ് ബൈ 1K. ഇവിടെയും 1K ഇവിടെയും 1K. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. കിട്ടിയോ? ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. 2 മൈനസ് Vx ന്റെ വാല്യൂ 2 അല്ലേ? 2 മൈനസ് 0 ഡിവൈഡഡ് ബൈ 1000 പ്ലസ് 2 മൈനസ് Vout ഡിവൈഡഡ് ബൈ 1000 is equal to 0. 2 divided by 1000 plus 2 divided by 1000 minus Vout divided by 1000 is equal to 0. അപ്പോൾ ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് Voutന്റെ ഒരു ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വോൾട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോഡിൽ വരുന്ന വോൾട്ടേജ് Vout നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? എത്രയാ? 4 വോൾട്ട് ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ ഈ ഒരു നോഡിൽ ഇനി എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്? KCL അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് I0ന്റെ വാല്യൂ കിട്ടും. അപ്ലൈ KCL അറ്റ് നോഡ് Vout. Voutന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇപ്പൊ ഈ ഒരു നോഡിൽ ഞാൻ കൺസിഡർ ചെയ്യാണ് ഒരു കറണ്ട്, ഇതാ ഈ ഒരു കറണ്ട് ഇങ്ങോട്ട് വരുന്ന രീതിയിലല്ലേ, ആൻഡ് ഇതും ലീവ് ചെയ്യുന്ന രീതിയിൽ അസ്യൂം ചെയ്യാണ്, അല്ലെങ്കിൽ ഓക്കെ ഇത് ലീവ് ചെയ്യുന്ന രീതിയിൽ അസ്യൂം ചെയ്യാണ്, ആൻഡ് ഇത് എൻ്റർ ചെയ്യുന്ന രീതിയിലാണ് I0 ഉള്ളത്. സോ ബേസിക്കലി നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? Vx മൈനസ് Vout divided by Vx minus Vout divided by 1000 plus Iout is equal to Vout divided by 1000 എന്ന് വരും. 2 divided by 1000 minus Voutന്റെ വാല്യൂ 4 divided by 1000 ഇതിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, മൈനസ് 4 ഡിവൈഡഡ് ബൈ 1000. സോറി, ഞാൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടി പോവാണ്. Vx ഡിവൈഡഡ് ബൈ 1000 മൈനസ് Vout ഡിവൈഡഡ് ബൈ 1000 പ്ലസ് I0 is equal to Vout divided by 1000. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് I0 is equal to Vout divided by 1000 plus Vout divided by 1000 minus 2 divided by 1000 എന്ന് വരും. ആൻഡ് Voutന്റെ വാല്യൂ നമുക്കറിയാം 4 divided by 1000 plus 4 divided by 1000 minus 2 divided by 1000 എന്ന് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 into 10 raised to minus 3 ആംപിയർ എന്ന് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ I0ന്റെ വാല്യൂ 6 മില്ലി ആംപിയർ എന്ന് കിട്ടും.
ഇതാണ് ഇതിന്റെ ആൻസർ. I0 ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ ബേസിക്കലി ഇവിടെ 6 മില്ലി ആംപിയർ എന്നുള്ളതാണ് വരിക. ക്ലിയർ ആയോ? ഈ ഒരു ക്വസ്റ്റ്യന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? അപ്പൊ സൊല്യൂഷൻ ഇവിടെ എഴുതാം. സൊല്യൂഷൻ എന്താണ്? I0 is equal to 6 milli ampere. And basically നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു അല്ലെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതിന് റൈറ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ളതാണ്. സോ ബേസിക്കലി ആ ഒരു ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് കിട്ടിയ വാല്യൂ വിർച്വൽ കീബോർഡ് വെച്ചിട്ട് നമ്മുടെ ആൻസർ ഈ ഒരു ഡാഷ് സൈഡിലേക്ക് എഴുതി കൊടുക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യന് എന്തില്ല? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ക്ലിയർ ആണോ? പക്ഷെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് എന്തുണ്ടായിരുന്നു? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അസ്യൂം ദാറ്റ് ഡയോഡ് ഇൻ ദി ഫിഗർ ഹാസ് വിയോൺ ഓഫ് 0.7 വോൾട്ട്. ഓക്കെ, അതായത് ത്രെഷോൾഡ് വോൾട്ടേജ്, ആ ഒരു കട്ടിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7. ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0.7 വോൾട്ട് ആണ്. ബട്ട് ദി അതർ സൈഡ് ഐഡിയൽ, അല്ലെങ്കിൽ അത് ഐഡിയൽ കേസ് എന്ന് പറയാം. അതായത് 0 വോൾട്ടിൽ തന്നെ കണ്ടക്ട് ചെയ്യും എന്നുള്ള കേസ്. The magnitude of the current I2 in milliampere is equal to, അതായത് ഈ ഒരു കറന്റ് I2 ന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാണ്, നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഈ ഒരു ഡയോഡിന്റെ ഇൻപുട്ടിലേക്ക് 0.7 എത്തുന്നത് വരെ ഈ ഡയോഡ് ഓഫ് ആയിരിക്കും അല്ലേ? സോ ബേസിക്കലി നമുക്ക് പറയാം ഇനീഷ്യലി ഡയോഡ് ഈസ് ഇൻ ഓഫ് കണ്ടീഷൻ. ഇനീഷ്യലി എന്താണ്? ഡയോഡ് ഈസ് ഇൻ ഓഫ് കണ്ടീഷൻ ആണെന്ന് പറയാം നമുക്ക്. അപ്പോ ഇനീഷ്യലി ഡയോഡ് ഓഫ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കറന്റ് ഫ്ലോക്ക് ഒരു പാത്ത്, ഇത് ഓഫ് ആണ് അല്ലെ, ഇനീഷ്യലി ഇത് ഓഫ് ആണ്, ഈ ഡയോഡ് ഓഫ് ആണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ഓപ്പൺ സർക്യൂട്ട് പോലെയാണ് ഈ ഒരു മേലത്തെ പോർഷൻ ആക്ട് ചെയ്യുക. സോ നമുക്ക് ഇതിലൂടെയുള്ള കറന്റ് ഫ്ലോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിലൂടെ മാത്രമേ കറന്റ് ഫ്ലോ ഉണ്ടാവുള്ളൂ. സോ ബേസിക്കലി കറന്റ് I ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ആൻഡ് നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു ഡയോഡിന് അക്രോസ് ഉള്ള ഡ്രോപ്പും ഇതിന് അക്രോസ് എത്ര ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് എത്ര ഡ്രോപ്പും ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് എത്ര ഡ്രോപ്പും വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R1. R1ന് അക്രോസ് ഉള്ള ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം സോഴ്സ് വോൾട്ടേജ്, അതായത് ഈ ഒരു സോഴ്സ് വോൾട്ടേജിന് ഞാൻ V എന്ന് കൊടുക്കുവാണ്. V ഇൻറ്റു ഈ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ? V ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R1 എന്ന് പറയുന്നത്. സോ ബേസിക്കലി R1 എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. 4 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 വോൾട്ട്. അതായത് ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എത്രയാടാ? 0.5 വോൾട്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. ഇവിടെ തന്നെ ഇത് ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു ഐഡിയ, പക്ഷെ നമുക്ക് ഇതിന് അക്രോസ് ഉള്ള ഡ്രോപ്പും കൂടി ഒന്ന് നോക്കാം. എന്നിട്ട് നമ്മളോട് I2 ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, അതും എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആൻഡ് ഇനി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R2 ന് അക്രോസ് ഉള്ള ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് VR2 എന്ന് കൊടുക്കാം. അതെന്ന് പറയുന്നത് എന്താ? 2 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 അല്ലേ? R2 എന്ന് പറയുന്നത് എത്രയാടാ? 6 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറയുന്നത് 8. ഇത് സോൾവ് ചെയ്യുമ്പോൾ 1.5 വോൾട്ട് ആണ് വരിക. സോ ബേസിക്കലി ഇതിന് അക്രോസ് വരുന്ന വോൾട്ട് എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഡയോഡിന് ഈ ഒരു റെസിസ്റ്ററിന് അക്രോസും ഈ ഒരു റെസിസ്റ്ററിന് അക്രോസും ഉള്ള ഡ്രോപ്പ് കിട്ടി.
അപ്പൊ ഇതിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 0.5 വോൾട്ട് ആണല്ലേ വരുന്നത്. ആൻഡ് ഇനീഷ്യലി ഓഫ് കണ്ടീഷനിൽ ഇരുന്ന ഡയോഡ് ഒരിക്കലും ഓൺ ആവാനുള്ള ചാൻസ് ഇല്ല. കാരണം ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് എത്ര ഡ്രോപ്പേ വരുന്നുള്ളൂ? 0.5 വരുന്നുള്ളൂ. സോ ബേസിക്കലി ഈ ഒരു നോഡിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 എത്താനുള്ള ചാൻസ് ഇല്ല ഇവിടെ. സോ എല്ലാ കണ്ടീഷനിലും നമുക്ക് എന്ത് പറയാം? ഈ ഡയോഡ് ഓഫ് ആണെന്ന് പറയാം. സോ അതാണ് ഇവിടുത്തെ ഒരു ട്രിക്കി പോയിന്റ് എന്ന് പറയുന്നത്. സിൻസ് it cannot reach 0.7 as voltage drop across R1, the diode will be always in off condition. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അത് ഓൾവേസ് ഇൻ ഓഫ് കണ്ടീഷൻ ആണ് എന്ന് പറയാം. അതാണ് ഇവിടുത്തെ ഈ ഒരു പോയിന്റ് ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ കാര്യം കഴിഞ്ഞോ? ഇല്ല. നമുക്ക് ഇതുമല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ I2 അക്രോസ് വരുന്ന ഈ ഒരു R2 അക്രോസ് വരുന്ന കറണ്ട് I2 ആണ്. സോ I2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? നമ്മുടെ ഇക്വേഷൻ അറിയാലേ നമുക്ക്. I2 is equal to now എന്താണ്? Find I2. Find I2. I2 is equal to എന്താണ്? ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഇത് ഓപ്പൺ സർക്യൂട്ട് ആയത് കാരണം തന്നെ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഈ കറണ്ട് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമുക്ക് I കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ I2 is equal to I എന്ന് is equal to എത്രയാണ്? ടോട്ടൽ വോൾട്ടേജ് V/R അല്ലേ? V/R1 plus R2 ടോട്ടൽ റെസിസ്റ്റൻസ്. സോ 2 divided by 2 plus 6 that is equal to 8. And ഇത് സോൾവ് ചെയ്യുമ്പോൾ 0.25 ആംപിയർ എന്നാണ് കിട്ടുക. അതായത് I2 കറണ്ട്, ഇതിന് അക്രോസ് ഫ്ലോ ചെയ്യുന്ന I2 കറണ്ട് എന്ന് പറയുന്നത് എത്രയാടാ? 0.25 ആംപിയർ ആണ്. അപ്പൊ നിങ്ങൾ വിർച്വൽ കീബോർഡ് വെച്ചിട്ട് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ which of the following statement is or are true with respect to an ideal op amp? ഇതും ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ബേസിക്കലി ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഹിന്റ് തന്നിട്ടുണ്ട് ഈസ് ഓർ ആർ എന്നുള്ളത്. അപ്പൊ ഇതില് ഒന്നിലധികം ആൻസേഴ്സ് കറക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനും വരും. ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ എന്നാണ് ഇൻ കേസ് ഓഫ് ഗേറ്റ്. അപ്പൊ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇതിലുള്ള ഏതോ 2 അല്ലെങ്കിൽ 3 ഓപ്ഷൻസ് അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് റൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഓരോ ഓപ്ഷൻസും കൃത്യമായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കുക. എന്നാലേ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ബേസിക്കലി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ട്രൂ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? ഇല്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പൊ MCQ ക്വസ്റ്റ്യൻസിന് മാത്രമേ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൂ. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസിനും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പൊ ഇതിൽ ഓരോ ഓപ്ഷൻസ് വായിക്കുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഐഡിയൽ ഓപ്പാമ്പിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഐഡിയൽ ഓപ്പാമ്പിന്റെ പാരാമീറ്റേഴ്സിന്റെ റേഞ്ച് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലുണ്ടാവണം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയാലോ. ക്യാരക്ടറിസ്റ്റിക്സ് ഐഡിയൽ ഓപ്പാമ്പിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇൻപുട്ട് റെസിസ്റ്റൻസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് അതുപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആൻഡ് അതുപോലെ ഓപ്പൺ ലൂപ്പ് ഡിഫറൻഷ്യൽ ഗെയിന്, ഓപ്പൺ ലൂപ്പ് കോമൺ മോഡ് ഗെയിന്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാം ഇൻഫൈനൈറ്റ് ആണ്. ഇൻഫൈനൈറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഇൻഫൈനൈറ്റ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഇൻഫൈനൈറ്റ് ഓപ്പൺ ലൂപ്പ് ഡിഫറൻഷ്യൽ ഗെയിന്, ഇൻഫൈനൈറ്റ് ഓപ്പൺ ലൂപ്പ് കോമൺ മോഡ് ഗെയിന്. ഇതെല്ലാം ഇൻഫൈനൈറ്റ് ആണോ? അല്ല, നമ്മൾ അങ്ങനെയല്ല അല്ലേ പഠിച്ചത്. നമ്മൾ പഠിച്ചിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആദ്യം നമുക്ക് ഇവിടെ എഴുതാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ഓപ്പ് ആമ്പ്. എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും വേണ്ട, നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ആ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റത്തെ എന്താ പറഞ്ഞേ? ഫസ്റ്റത്തെ ക്യാരക്ടറിസ്റ്റിക്സ്
ഇൻപുട്ട് റെസിസ്റ്റൻസ് അഥവാ ഇൻപുട്ട് ഇംപിഡൻസ്. ഐ ബാർ പി ഇൻപുട്ട് എന്നതിന് ഷോർട്ട് എഴുതിയതാണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് അഥവാ ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ആൻ ഐഡിയൽ ഓപ് ആമ്പ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണോ? അല്ലേ? ഓപ് ആമ്പിന്റെ ഇൻപുട്ടിലേക്കുള്ള ഇംപിഡൻസ് എന്ന് പറയുന്നത്, ഇൻപുട്ടിലേക്ക് കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഐഡിയൽ ഓപ് ആമ്പിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇൻഫിനിറ്റി ആയിരിക്കണം. ആൻഡ് പ്രാക്ടിക്കൽ കേസ് ഇറ്റ് വിൽ ബി എ സ്മോൾ വാല്യൂ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഔട്ട്പുട്ട് ഇംപിഡൻസ് അഥവാ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഫോർ an ideal op amp it will be 0. 0 ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്. ഇൻപുട്ട് ഇംപിഡൻസ് ഫോർ എ പ്രാക്ടിക്കൽ കേസ് എന്താണ്? ലാർജ് വാല്യൂ ആയിരിക്കും. ആൻഡ് ഐഡിയൽ കേസിൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഇവിടെ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഫോർ പ്രാക്ടിക്കൽ കേസ് ഇറ്റ് ഈസ് എ സ്മോൾ വാല്യൂ ആൻഡ് ഫോർ ഐഡിയൽ കേസ് ഇറ്റ് ഈസ് 0. ഇനി അടുത്ത കണ്ടീഷൻ, മൂന്നാമത്തെ കണ്ടീഷൻ, ഇറ്റ് ഹാസ് ആൻ ഇൻഫൈനൈറ്റ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആക്ച്വൽ ഓപ്പൺ ലൂപ്പ് ഗെയിനിന്റെ കണ്ടീഷൻ എന്താ? ഓപ്പൺ ലൂപ്പ് ഗെയിനിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി തന്നെയാണ്. സോ ബേസിക്കലി ഈ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്. നാലാമത്തത് ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് മാത്രം, ഓപ്പൺ ലൂപ്പ് ഡിഫറൻഷ്യൽ ഗെയിൻ ആണ്. ഓപ്പൺ ലൂപ്പ് ഡിഫറൻഷ്യൽ ഗെയിൻ ഇൻഫിനിറ്റി. ഇനി ഓപ്പൺ ലൂപ്പ് കോമൺ മോഡ് ഗെയിൻ ആണ് ലാസ്റ്റ്. ഓപ്പൺ ലൂപ്പ് കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് എന്താടാ? ഐഡിയൽ ഓപ് ആമ്പിന്റെ കേസിൽ ഇറ്റ് ഈസ് 0. അപ്പൊ നമുക്ക് പറയാം ഈ ഒരു ഓപ്ഷനും മാത്രമേ ഇതിൽ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ളൂ. സോ നമുക്ക് ഇതിൽ നിന്ന് മാർക്ക് ചെയ്യാം 2 ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് എന്ന് പറയുന്നത് ഇതൊരു ഓപ്ഷൻ ആണ്, കറക്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, ഇതൊരു കറക്റ്റ് ഓപ്ഷൻ ആണ്. ആൻഡ് അടുത്തത് ഇതും ഒരു കറക്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ 2 മൾട്ടിപ്പിൾ സെലക്ട് ആൻസർ ആണ്. 2 ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വന്നു. ആൻഡ് ഇതിനെ രണ്ടിനെയും നമ്മൾ മാർക്ക് ചെയ്യണം, ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യണം. ആൻഡ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എഴുതാം. സൊല്യൂഷൻ എന്താണ്? ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ സി. 2 റൈറ്റ് ആൻസേഴ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ സെലക്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനില് the component of a circuit, the components in the circuit shown below are ideal if the op amp is in positive feedback and the input voltage Vi is sine wave of amplitude 1 volt. The output voltage Vout is ഓപ്ഷനിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആൻഡ് ഇതില് നിങ്ങൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യുക. അതിന് മുന്നായിട്ട് നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് നോക്കാം. ഈ ഒരു സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സർക്യൂട്ട് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഔട്ട്പുട്ട് വരും എന്നുള്ളതൊന്ന് ലോജിക്കലി ചിന്തിച്ചാൽ മതി. ആൻഡ് ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സർക്യൂട്ടില് നമുക്കറിയാം, ഇതിൽ നോക്കൂ, ഇതെന്ന് പറയുന്നത് ഒരു ഷ്മിറ്റ് ട്രിഗറിന്റെ സർക്യൂട്ടാ അല്ലെ? നിങ്ങൾ ഷ്മിറ്റ് ട്രിഗറിന്റെ സർക്യൂട്ട് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു ഷ്മിറ്റ് ട്രിഗറിന്റെ സർക്യൂട്ട് ആണ്. ആൻഡ് ഷ്മിറ്റ് ട്രിഗറിന് ഔട്ട്പുട്ട് എങ്ങനെയാ വരിക? ഈ നോഡിലുള്ള വോൾട്ടേജ് Vx ആണ് എന്നുണ്ടെങ്കിൽ ഈ നോഡിലുള്ള വോൾട്ടേജ് Vx എന്ന് എടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് തന്നിട്ടുള്ളത് ദാ ഇങ്ങനൊരു സൈൻ വേവ് ആണ്. പ്ലസ് 1 വോൾട്ടും -1 വോൾട്ടും മാക്സിമം പീക്കും മിനിമം പീക്കും വരുന്ന രീതിയിലുള്ള ഒരു സൈൻ വേവ്. റഫറൻസ് പോയിന്റ് 0. ആൻഡ് ബേസിക്കലി നിങ്ങൾ നോക്കുക, ഇവിടെയുള്ള ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കമ്പാരേറ്റർ ആണ് അല്ലെ? ഈ ഒരു റഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ആണ് എടുക്കുന്നത്. സോ ഈ ഒരു ഷ്മിറ്റ് ട്രിഗറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ റഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് V റഫറൻസ് എന്ന് പറയുന്നത് എന്താടാ? 0 വോൾട്ട് അല്ലേ? കാരണം ഇത് നെഗറ്റീവ് എന്തിലേക്കാ കണക്ട് ചെയ്തിരിക്കുന്നത്? ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്കറിയാം ഇതൊരു നോൺ ഇൻവേർട്ടിംഗ് ഷ്മിറ്റ് ട്രിഗറിന്റെ സർക്യൂട്ടാ. എന്താ? നോൺ ഇൻവേർട്ടിംഗ് ഷ്മിറ്റ് ട്രിഗറിന്റെ സർക്യൂട്ട് ആണ്. കാരണം ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ്. നോൺ ഇൻവേർട്ടിംഗ് ഷ്മിറ്റ് ട്രിഗർ ആണ് ഇത്. ഓക്കെ,
അപ്പൊ ബേസിക്കലി ഈ ഒരു സർക്യൂട്ടില് വി എക്സിൽ വരുന്ന വോൾട്ടേജ് ഈ ഒരു വോൾട്ടേജിനേക്കാളും ഗ്രേറ്റർ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റ്, അതായത് ഈ ഒരു നമ്മൾ ഇവിടെ ബയാസിംഗ് വോൾട്ടേജ് കൊടുത്തില്ലേ, ആ ഒരു വോൾട്ടേജിലേക്ക് സ്വിച്ച് ചെയ്യും. ഇനി അതായത് ഈ ഒരു കണ്ടീഷനിൽ വി എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈ ഒരു വി മൈനസ് ആവുന്ന കണ്ടീഷനിൽ, അതായത് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കണ്ടീഷനിൽ, അതായത് ഈ ഒരു പോയിന്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ പ്ലസ് വി സാറ്റിലേക്ക് സ്വിച്ച് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് മൈനസ് വി സാറ്റിലേക്ക് സ്വിച്ച് ചെയ്യും. അങ്ങനെ രണ്ട് കണ്ടീഷനാണ് നമുക്ക് ഷ്മിറ്റ് ട്രിഗറിനുള്ളത്, പോസിറ്റീവ് ഷ്മിറ്റ് ട്രിഗറിനുള്ളത്. ആ രണ്ട് കണ്ടീഷൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. വി പ്ലസ് ഗ്രേറ്റർ ദാൻ വി മൈനസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഷ്മിറ്റ് ട്രിഗർ പ്ലസ് 5 വോൾട്ടിലേക്ക് സ്വിച്ച് ചെയ്യും. വി പ്ലസ് ലെസ് ദാൻ വി മൈനസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഷ്മിറ്റ് ട്രിഗർ മൈനസ് 5 വോൾട്ടിലേക്ക് സ്വിച്ച് ചെയ്യും. ഈ രണ്ട് കണ്ടീഷനാണ് നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സർക്യൂട്ടിനെ അനലൈസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുവാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എന്താ, നിങ്ങൾ നോക്കുക, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമ്മുടെ ഷ്മിറ്റ് ട്രിഗർ പ്ലസ് 5 വോൾട്ടിലേക്ക് സ്വിച്ച് ചെയ്യും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമ്മുടെ ഷ്മിറ്റ് ട്രിഗർ മൈനസ് 5 വോൾട്ടിലേക്ക് സ്വിച്ച് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ അതിൽ നിന്ന് ഈ ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്താ, എ കോൺസ്റ്റന്റ് ഓഫ് either പ്ലസ് 5 വോൾട്ട് ഓർ മൈനസ് 5 വോൾട്ട് ആയിരിക്കും ആൻസർ. എ നോൺ ഇൻവേർട്ടഡ് സൈൻ വേവ് ഓഫ് 2 വോൾട്ട് ആംപ്ലിറ്റ്യൂഡ് ആണോ? അല്ല, കാരണം ഇത് ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ വിചാരിക്കാം. അങ്ങനെ വിചാരിക്കുന്ന ആര് വിചാരിക്കും? ക്വസ്റ്റ്യൻ ഇടുന്നവർ വിചാരിക്കും. ആൻഡ് ഇൻവേർട്ടഡ് സൈൻ വേവ് ഓഫ് 1 വോൾട്ട് ആംപ്ലിറ്റ്യൂഡ്, അങ്ങനെയും ചിന്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. എ സ്ക്വയർ വേവ് ഫോം ഓഫ് 5 വോൾട്ട് ആംപ്ലിറ്റ്യൂഡ്, അതായത് 5 വോൾട്ട് ആംപ്ലിറ്റ്യൂഡ് ആണോ? അങ്ങനെ, അതായത് നിങ്ങൾക്ക് സ്ക്വയർ വേവ് ആണ് എന്തായാലും വരിക, മനസ്സിലുറപ്പിക്കും. എന്നിട്ട് എന്താ, ഒരു 5 വോൾട്ടിന്റെ സ്ക്വയർ വേവ് പ്ലസ് മൈനസ് വരുന്ന സ്ക്വയർ വേവ്, അങ്ങനെ ഉറപ്പിക്കും. അങ്ങനെയല്ല, നമുക്ക് എന്താണ് ഓപ്ഷനില് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഈ ഒരു ഓപ്ഷൻ എ ആണ്. പ്ലസ് 5 വോൾട്ടും മൈനസ് 5 വോൾട്ടിലേക്കും സ്വിച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സോ ബേസിക്കലി സൊല്യൂഷൻ എന്ന് പറയുന്നത്, സൊല്യൂഷൻ ഇതാ ഓപ്ഷൻ എ. ക്ലിയർ ആയോ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനില് a cascade of common source amplifier in a unity gain feedback configuration oscillates when. അപ്പൊ ഇതിന് നമുക്ക് അറിയേണ്ടത് ബാർഖൗസൻ ക്രൈറ്റീരിയ ആണ്. ബാർഖൗസൻ ക്രൈറ്റീരിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഞാൻ ആദ്യം ബാർഖൗസൻ ക്രൈറ്റീരിയ ഇവിടെ എഴുതാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിലേക്ക് വരാം. ബാർഖൗസൻ ക്രൈറ്റീരിയ, ബാർഖൗസൻ ക്രൈറ്റീരിയ. ഫസ്റ്റ് ക്രൈറ്റീരിയ, രണ്ട് ക്രൈറ്റീരിയ ആണ് ബാർഖൗസൻ ക്രൈറ്റീരിയ ഉള്ളത്. The total loop gain is equal to or greater than 1. രണ്ടാമത്തെ കണ്ടീഷൻ, the total phase shift around the loop must be an integer multiple of 360 degree. ഓക്കെ, രണ്ട് കണ്ടീഷൻ ആണ്. ടോട്ടൽ ലൂപ്പ് ഗെയിൻ എ ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം, അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എ ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം, ഇതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് രണ്ടിന്റെയും കൂടെ, അതായത് നമുക്കൊരു ഫേസ് ഷിഫ്റ്റിനുള്ള ഒരു യൂണിറ്റ് ഉണ്ടാവും, ആംപ്ലിഫൈങ് യൂണിറ്റ് ഉണ്ടാവും. ആൻഡ് ഈ രണ്ടിന്റെയും കൂടി ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ഓർ 360 ഡിഗ്രി ആയിരിക്കണം. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള എന്തിന്റെ
കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓസിലേറ്ററിന്റെ ബാർക്കോസൻ ക്രൈറ്റീരിയ പെർഫെക്റ്റ് ഓസിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഇത് മനസ്സിലുണ്ടാവുക. ഇനി നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ദ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ഇസ് ലെസ് ദാൻ 1 ആണോ? ക്ലോസ്ഡ് ലൂപ്പ് ഇസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? അപ്പൊ ഈ ഓപ്ഷൻ അല്ല നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ദ ക്ലോസ്ഡ് ലൂപ്പ് ഇസ് ഗെയിൻ ഇസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിലേക്ക് ഇപ്പൊ ഇത് കറക്റ്റാ. ഞാൻ അടുത്ത പോയിന്റ് കൂടി വായിച്ചു നോക്കാം. ദ ഫേസ് ഷിഫ്റ്റ് ഇസ് ലെസ് ദാൻ 180. ഫേസ് ഷിഫ്റ്റ് ലെസ് ദാൻ 180 ആണോ? 360 ഡിഗ്രി അല്ലെങ്കിൽ അതിൽ കൂടുതൽ മീൻസ് അതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 0 or 360 ഡിഗ്രി. അപ്പൊ 360 ഡിഗ്രി എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ എന്താ ലെസ് ദാൻ 180 ഡിഗ്രി ആണോ? അല്ല. ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ലെസ് ദാൻ 180 ഡിഗ്രി അല്ല. അപ്പൊ എന്താണ്? നമുക്ക് ഈ ഓപ്ഷനും കറക്റ്റ് അല്ല എന്ന് പറയാം. ദ സെക്കൻഡ് the closed loop gain is less than 1. അപ്പൊ ഇതും അല്ല, greater than 1 അല്ലേ? പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് the closed loop gain is greater than 1 and phase shift is greater than 180. 360 ഡിഗ്രി അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? greater than 1 ആണെന്ന് നമുക്ക് പറയാം. greater than 180 ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാം. സോ നമുക്ക് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ഈ ഒരു ആൻസർ ആണ്. ഓപ്ഷൻ ഡി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ? സൊല്യൂഷൻ ഡി ആണ്. അപ്പൊ നമുക്ക് ഇതുപോലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് തരും. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഇതുപോലെ കുറച്ചും കൂടി സെക്ഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൽ ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ ഒക്കെ ബാക്കിയുള്ള സെക്ഷൻസിന്റെ ഗേറ്റ് സിലബസിൽ വരുന്ന യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാം അതെല്ലാം കാണുക. ആൻഡ് അതർ ഡിപ്പാർട്ട്മെന്റ്സിലെ സ്റ്റുഡൻസിന് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിലെ ഗേറ്റ് ക്ലാസ്സസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ്, ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.